ക്ലീനിങ് ആണ് കേട്ടാ. ഇത് കിച്ചൺ സ്റ്റാൻഡാണ്. പിന്നെ നമ്മൾ മാറുമല്ലോ ഇന്ന് ഞാൻ പറഞ്ഞിട്ട് അതിന് പിന്നെ ഒരു പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാം നീറ്റ് ആക്കണ്ടേ. നല്ല പണിയാന്ന് മക്കൾ ഈ മാറ്റം എന്ന് പറഞ്ഞാൽ. ഇതൊരു കിച്ചൺ സ്റ്റാൻഡാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ വീടാണ്. പാത്രം വെക്കാനൊന്നും സൗകര്യം ചെയ്യണ്ടില്ല. അന്നേരം ചടപടാന്നാക്കി പപ്പാടം പോയിട്ട് പോയിട്ട് ചെറിയ കിച്ചൺ സ്റ്റാൻഡ്. ഇത് അങ്ങനെ കഴുകലൊന്നും ഇരുന്നു. അങ്ങനെ കഴുകാനും ബുദ്ധിമുട്ടല്ലേ. എപ്പോഴെങ്കിലും എടുത്ത് കഴുകും. അപ്പോൾ തകച്ച് തുരുമ്പ് പിടിച്ച് നീട്ട്. ഇങ്ങനത്തെ 2 കൂടി ഉണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതച്ച് കാണിച്ചു തരാം. ക്ലീനിങ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ 1-2 ദിവസത്തിനുള്ളിൽ മാറും കേട്ടോ. അതുകൊണ്ടല്ലാണ് എല്ലാം മൊത്തം പിന്നെ എല്ലാം പഞ്ചറായിട്ട് ഇല്ലത്. അത്രയ്ക്ക് എല്ലാം നീറ്റാക്കി വെക്കണ്ടല്ലോ. പാത്രങ്ങളെല്ലാം കഴുകണം. അങ്ങനെയല്ലേ ഉള്ളത്. പിന്നെ നമ്മൾ പുതിയ വീട്ടിലാക്കും കേട്ടാ. ഇപ്പം കിച്ചൺ സ്റ്റാൻഡൊന്നും ഇല്ല. എല്ലാം കബോർഡും മറ്റേ അടുക്കളയിലെല്ലാം കബോർഡും കാര്യങ്ങളല്ലേ നമ്മളും ആക്കുന്നല്ലോ. ലേറ്റസ്റ്റ് മോഡൽ. കുറച്ച് താമസം പിടിക്കുന്നേ ഇല്ല. ഇതൊന്ന് പിന്നെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എല്ലാം കാണിച്ചു തരാം കേട്ടോ. എല്ലാം നല്ല കഴുകി ഉണക്കി ക്ലിയർ ആക്കി വെച്ചേട്ടാ. നോക്കറ 1 2 3. ഇത് പച്ചക്കറി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്നാലും ഞാനിടക്ക് പാത്രങ്ങളെല്ലാം വെക്കും കേട്ടോ. പച്ചക്കറി ഉരുളക്കിഴങ്ങ് ഉള്ളിയെല്ലാം പിന്നെ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടല്ലോ. പാത്രങ്ങൾ ആടിയിടെല്ലാം ചാടവക്കടി അതെട്ടോ. എത്ര സ്റ്റാൻഡ് ഉണ്ടായാലും നമുക്ക് പാത്രങ്ങൾ എത്രക്കും ഉണ്ടാവേ. ഇതിലൊന്നും വെച്ചാൽ കൊള്ളില്ല. പിന്നെ ചില പാത്രങ്ങളൊന്നും ഈ സ്റ്റാൻഡിൽ കൊള്ളൂല. സ്റ്റാൻഡിൽ വെക്കാൻ പറ്റാത്ത പാത്രങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള സംഭവം കിടപ്പ്. ഏതായാലും ഇതെല്ലാം നീറ്റാക്കി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങും. വൃത്തിയാക്കി ഇപ്പോൾ നിങ്ങൾക്ക് ഇതച്ച് കാണിക്കാട്ടോ എല്ലാം.